നമുക്ക് പോകാം ആ പ്രണവവേദയുടെ ആ വേദരഹസ്യത്തിലേക്ക്. പരശുരാമന്റെ പോലും ആയുധം താഴെ പൊട്ടിച്ച ആ ശ്രീരാമ സിദ്ധാന്തത്തിലേക്ക്, ശ്രീധർമ്മ ശാസ്ത്രത്തിലേക്ക്, സനാതന ധർമ്മ ശ്രീധർമ്മശാസ്ത്രം, ശ്രീരാമ സിദ്ധാന്തം, തത്വമസി, ഇതെല്ലാം ഒന്ന് തന്നെയാണ്. അപ്പൊ ഈ ആഗോള അയ്യപ്പ ഭക്ത സംഗമം നടത്തുന്നവരും അതിനെതിരെ നിൽക്കുന്നവരും അറിയേണ്ട കാര്യം ഇതാണ്. അല്ലാതെ നമ്മൾ ആരും ഉദ്ദേശിക്കുന്നത് പോലത്തെ ഒരു അർത്ഥതലത്തിലേക്ക് തത്വമസി എന്ന് പറയുന്ന വേദപ്പൊരുളിനെ മാറ്റിമറിക്കുവാൻ ആവുന്നതല്ല. തത്വം എന്താണെന്ന് അറിയുമ്പോഴാണ് തത്വമസി എന്ന് പറയുന്ന ആ പരമ്പൊരുള് നമുക്ക് ശരിക്കും പറഞ്ഞാൽ വേദ്യമാകുന്നത്. അപ്പോഴാണ് നമ്മൾ വേദത്തിന്റെ ഭാഗമാകുന്നത്, നമ്മൾ വേദാന്തിയാകുന്നത്. നമ്മൾ നേതി എന്ന് പറയുന്നത് തത്വമസി എന്ന് പറയുമ്പോൾ പോലും നമ്മൾ നേതി എന്ന് ഇതല്ല എന്ന് പറഞ്ഞ് സത്യത്തെ അന്വേഷിക്കുന്നവരായിട്ട്, വേദാന്തികളായിട്ട് ഇന്നലത്തെ അറിവിനെയും ഇന്നത്തെയും നാളത്തെ അറിവിനെയും ചേർത്ത് വെക്കുന്ന ശാസ്ത്രവിശ്വാസികളായിട്ട്, ശ്രീധർമ്മശാസ്ത്രത്തിൽ വിശ്വസിക്കുന്നവരായിട്ട്, അറിവിൽ വിലയം പ്രാപിക്കുന്നവരായിട്ട് മാറണമെങ്കിലേ നമ്മൾ തത്വമസി എന്ന് പറയുന്ന വേദപ്പൊരുളിലേക്ക് തിരിച്ച് എത്തേണ്ടതുണ്ട്.